രാവിലെ തൊട്ട് വീട്ടിലൊരാള് എനിക്ക് സമാധാനം തന്നിട്ടില്ല. സ്കൂളില്ലാത്തതിന്റെ പൊലിവൊക്കെ ആൾ എന്നോടാണ് തീർക്കുന്നത്. രാവിലെ തൊട്ട് പറഞ്ഞ് രാത്രിയായപ്പോൾ ഞാനങ്ങ് കീഴടങ്ങി. ആൾക്ക് എന്തെങ്കിലും 4 സാധനം മതി എന്ന് പറഞ്ഞിട്ടാണ് എന്നെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. എന്താണ് ഈ 4 സാധനം എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ഒരാളെ കുറിച്ചിട്ടാണ്. വന്നത് മോന് വേണ്ടിയിട്ടാണെങ്കിലും ഷോപ്പിംഗ് ഫുള്ളും ഞങ്ങളായിരുന്നു. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിലെ വളകൾ എന്ന് പറയുമ്പോൾ ദാ ഈ കാണുന്നതൊക്കെയാണ്. ഇതൊന്നും ഇപ്പൊ യൂസ് ചെയ്യാറില്ലെങ്കിലും കണ്ടപ്പോൾ തോന്നിയ കൗതുകത്തിന് എല്ലാം ഇവിടെ ഒരാളെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. എന്റെ കൂട്ടിന് വേണ്ടി വന്ന ആളാണ്. കുപ്പിവളകൾ കണ്ടപ്പോൾ ആളവിടെ സ്റ്റക്കായി. ചെറുപ്പത്തിലെ ഞാനും എൻ്റെ ഉമ്മായും കൂടിയിട്ട് ഇതുപോലുള്ള കുഞ്ഞു ഫാൻസി സ്റ്റോഴ്സിലൊക്കെ പോയിട്ട് ഒത്തിരി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വരുന്നത് എനിക്കിപ്പോഴും ഓർമ്മ വരാണ്. ഞങ്ങളുടെ ചെറിയ വായ്നോട്ടങ്ങളൊക്കെ കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മോൻ അവിടെ കൈ നിറയെ സാധനങ്ങളായിട്ട് നിൽപ്പുണ്ട്. അത് പോരാഞ്ഞിട്ട് അവിടെ ഇരിക്കുന്നതിലെല്ലാത്തിനും ഒരെണ്ണം വെച്ച് അവന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. ആളിങ്ങനെ കരിമ്പിൻ കാട്ടിൽ കയറി ആനയെ പോലെ അവിടെയുള്ള ചേച്ചിമാരുടെ പുറകെ ഒക്കെ നടപ്പുണ്ടായിരുന്നു. ലാസ്റ്റ് ആള് പറഞ്ഞിട്ട് വന്നതുപോലെ 4 സാധനം എടുത്തിട്ടുണ്ടായിരുന്നു. അവനെ ഒന്ന് സെറ്റാക്കി സൈഡാക്കിയിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടിട്ട് സഹിക്കാതെ ആള് വീണ്ടും ബാസ്ക്കറ്റ് തൂക്കിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ധനനഷ്ടവും മാനഹാനിയും ഒരുമിച്ച് സംഭവിക്കും. അതുകൊണ്ട് തന്നെ പെട്ടെന്നെല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ സ്ഥലം കാലിയാക്കി. അങ്ങനെ ഞങ്ങൾ 3 പേരും ഒരുപോലെ ഹാപ്പിയായ ഷോപ്പിങ്ങിന്റെ കഥയാണിത്.